തിരുഹൃദയത്തിന് സ്തുതി. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം തിരുവചനം. മോശയുടെ നിയമമനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട ഒരുവളെ ഒരു വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കാതെ, നാണം കെടുത്താതെ, അവളുടെ മേൽ കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ച് സംരക്ഷിച്ച് സമാധാനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഈശോയുടെ ഹൃദയ ആർദ്രതയുടെ ഏറ്റവും മനോഹരമായ ചിത്രം നാം ഇവിടെ കാണുന്നു. മറിയം, എല്ലാവരും നിന്നെ അവർക്കായി സ്നേഹിച്ചു, ഞാൻ നിന്നെ നിനക്കായി സ്നേഹിക്കുന്നു എന്ന് ഈശോ ഹൃദയപൂർവ്വം മന്ത്രിച്ചു. പാപിയായ അവളുടെ ഹൃദയ നൊമ്പരങ്ങളെ മനസ്സിലാക്കിയ ഈശോയ്ക്ക് അവളുടെ മേൽ വിധിവാചകം ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. കല്ലെറിയുവാനുള്ള യോഗ്യതാപത്രം ആർക്കുമില്ല എന്ന് പറഞ്ഞ് അവരെയെല്ലാം പറഞ്ഞു വിട്ടു. എന്നെ സ്നേഹിക്കുന്നവൻ്റെ മുൻപിലാണ് താനെന്ന തിരിച്ചറിവിൽ ഈശോയെ അവൾ തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. അവൾ വിശുദ്ധിയുടെ വഴിത്താരയിലേക്ക് ചുവടുവച്ചു. തന്നെ അധികമായി സ്നേഹിച്ചവൾക്ക് സ്നേഹസമ്മാനമായി ഉദ്ധിതനായ ഈശോ തൻ്റെ ആദ്യ ദർശന ഭാഗ്യം നൽകി. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കാനും ക്ഷമിക്കാനും വീണ്ടും വീണ്ടും ചേർത്തണയ്ക്കാനും കാത്തിരിക്കാനും കഴിയുന്ന ഹൃദയം തിരുഹൃദയം. ഭാരപ്പെടുത്തുന്നതൊന്നും പ്രിയപ്പെട്ടവർക്ക് നൽകാതെ സ്വയം ഏറ്റെടുക്കാൻ കഴിയുന്നത് തിരുഹൃദയത്തിന് മാത്രമാണ്. നിയമത്തെ മറികടക്കുന്ന നീതിക്കുമപ്പുറമുള്ള കാരുണ്യം, അതാണ് ഈശോയുടെ തിരുഹൃദയം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കാം. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് എന്നരുൾ ചെയ്ത ഈശോയെ, മറ്റുള്ളവരുടെ മേൽ വിധിവാചകം ഉച്ചരിക്കാതെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ കരുണാർദ്ര സ്നേഹം ഞങ്ങളുടെ ജീവിതശൈലിയാക്കാൻ കൃപ ചെയ്യണമേ. ആമേൻ.